ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ തക്കാളിക്കറിയും ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഫസ്റ്റ് തക്കാളിക്കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കിയ ശേഷം അതിലേക്ക് പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി ഓയിൽ ചൂടായി കിട്ടിയ ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കടുക് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് സവാള കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ചെറിയൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ തക്കാളി ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇനി പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചിക്കൻ മസാല അതുപോലെ തന്നെ ഗരം മസാലയൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും കേട്ടോ. കളർ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വാട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വെന്ത് കിട്ടാനായിട്ട് എന്ത് ചെയ്യാം, ഒന്ന് മൂടി വെക്കാം കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. തക്കാളിക്കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. സംഭവം അടിപൊളിയായിട്ടുണ്ട് കാണാൻ തന്നെ. നമുക്ക് ചപ്പാത്തി കൂടി ഉണ്ടാക്കിയ ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ചപ്പാത്തി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്, വീട്ടിലുണ്ടാക്കിയതല്ലേ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്.
നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് ചപ്പാത്തിയും കുറച്ച് കറി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ. എൻ്റെ പൊന്നി ഒരു രക്ഷയില്ല, നല്ല അടിപൊളിയാണ്. അപ്പോൾ വേഗം നമുക്ക് ചപ്പാത്തിക്ക് കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പറ്റിയൊരു ബെസ്റ്റ് റെസിപ്പിയാണ് തക്കാളിക്കറി. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.